എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ട്രെയിനിങ് തായ്ലൻഡിൽ വെച്ച് ആക്കിയത് എന്നുള്ള ചോദ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് നൽകുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ് റിലീസ് മാത്രമാണ് മറുപടിയായിട്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോച്ചിങ് സ്റ്റാഫിന് മുഴുവൻ അവിടെ എത്താനുള്ള കൺവീനിയൻസും പിന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ട്രെയിനിങ് തായ്ലൻഡിൽ വെച്ച് ആക്കിയിട്ടുള്ളതെന്നാണ് പുള്ളി പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തായ്ലൻഡിൽ വെച്ച് പ്രീ സീസൺ ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നതിൽ പുള്ളിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അവിടെ വെച്ച് പ്രീ സീസൺ നടത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ദിസ് വിൽ യൂസ്ഫുൾ ഫോർ മെനി റീസൺസ്. നിരവധി കാരണങ്ങൾ കൊണ്ട് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. ടീമിൻ്റെ ബിൽഡിങ്ങിന് ഒരു വളരെ ശക്തമായിട്ടുള്ള ഫേസ് ആയിരിക്കും അത്. അതായത് താരങ്ങൾ, നമ്മുടെ പരിശീലക സംഘം, സ്റ്റെഹറ, പിന്നെ അസിസ്റ്റന്റ് കോച്ച്, പിന്നെ നമ്മുടെ ഫ്രെഡറിക് മൊറായിസ് എന്ന സെറ്റ് പീസ് കോച്ച്, ഓസ്റ്റൺ എന്ന അസിസ്റ്റന്റ് കോച്ച് എന്നിവരെല്ലാവരും ചേർന്ന് പുതുതായിട്ട് വരുന്ന, അതായത് അക്കാദമിയിൽ നിന്നും ഡെവലപ്പായി വരുന്ന താരങ്ങളും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യുന്ന താരങ്ങളും ഒരുമിച്ച് ഒരു കൂപ്പപ്പ് അവിടെ ഉണ്ടായിരിക്കും. ഏകദേശം 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന, 3 ആഴ്ചയല്ലേ, 21 ദിവസം. അതായത് ജൂലൈ 2 ആരംഭിക്കുന്നു, പിന്നെ ജൂലൈ 22 പ്രീ സീസൺ ട്രെയിനിങ് അവസാനിക്കുന്നു. അതിനുശേഷം അവിടെ കുറച്ച് പരിശീലന മത്സരങ്ങൾ കളിക്കുന്നുണ്ട്, അവിടെ മെച്ചപ്പെട്ട ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒരുക്കുന്നുണ്ട്. പിന്നെ ടീമിന് ഫ്രണ്ട്ലി മാച്ചസും മെച്ചപ്പെട്ട ട്രെയിനിങ് ഫെസിലിറ്റീസും പിന്നെ പരിശീലക സംഘത്തിന് സെറ്റ് ആവാനുള്ള ഒരു സൗകര്യവും അതുകൊണ്ടാണ് തായ്ലൻഡിന് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ പറഞ്ഞിരിക്കുന്നത് 133ാമത് ഡ്യൂറന്റ് കപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നേരത്തെയൊക്കെ ഡ്യൂറന്റ് കപ്പ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വെറുതെ ഒരു നെയിം സേക്ക് പരിപാടിയായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത്തവണ അങ്ങനെയല്ല. അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ അപ്രോച്ചിലേക്കാണ് നമ്മൾ തിരിയുന്നതെന്നാണ് ഇതുവരെ കരോലിസ് കിംഗിസിൻ്റെ പ്രതികരണത്തിൽ നിന്നും പരിശീലകനായ മിഖായൽ സ്റ്റെഹറയുടെ പ്രതികരണത്തിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത്. അപ്പം ഇത്തവണ പറച്ചിൽ ഒരുപാടുണ്ട്. ഈ പറച്ചിലൊക്കെ ചെയ്ത് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാനും അങ്ങ് തള്ളി മറിക്കുമായിരുന്നു, ഇപ്പം തള്ളുന്നില്ല. ഈ നമ്മുടെ ഒഫീഷ്യൽസ് തള്ളുന്നതൊക്കെ നടന്നാൽ മതി എന്നുള്ള വിശ്വാസമാണ്. അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാണട്ടെ, കണ്ടറിയാം. ഏതായാലും തായ്ലൻഡിൽ വെച്ചിട്ട് പരിശീലക സംഘത്തിൻ്റെ സൗകര്യാർത്ഥം ഉള്ള പ്ലേസ്മെൻ്റ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. പരിശീലക സംഘത്തിന് താല്പര്യം തായ്ലൻഡാണ്, അതുകൊണ്ടാണ് അവിടെ വെച്ച് നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്.